നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ എല്ലാ വീട്ടിലും ഉള്ളതാണ് കേട്ടോ ഈ ഒരു അടുക്കി പെറുക്കി വെക്കലൊക്കെ. കഴിഞ്ഞ വർഷം വരെ എൻ്റെ വീട്ടിലായതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയ പണിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എവിടെ ആയതുകൊണ്ട് നല്ല പണി തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാ ഡ്രസ്സും ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മാത്രമല്ല ഹസ്ബൻഡിൻ്റെ ഉണ്ട്. ഞാനപ്പോൾ പല ടൈമിൽ പല രീതിയിലാണ് കേട്ടോ ഹാങ്കർ ചെയ്ത് വെക്കാറുള്ളത്. ഇതിൽ നല്ല രീതിയിൽ വെക്കുന്നത് എൻ്റെ സ്കേർട്ട്, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്കേർട്ടും സെറ്റുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ വൃത്തിയിൽ വെക്കാറുള്ളത്. ബാക്കിയൊക്കെ ജസ്റ്റ് ഫോൾഡ് ചെയ്യാറാണുള്ളത്. എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വന്നു കേട്ടോ. പിന്നെ ഞാനിത് ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാഗിന്റെ സെക്ഷൻ എങ്ങനെ വെക്കണം എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഉച്ചയായപ്പോൾ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അകത്തേക്ക് ചെന്നാലേ അടുത്ത എനർജി കിട്ടുള്ളൂ. ഏറ്റവും ടാസ്ക് ഹസ്ബൻഡിൻ്റെ അതൊക്കെ ശരിയാക്കലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പെർഫ്യൂംസ് ഒക്കെ കുറവാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഫുള്ള് പെർഫ്യൂം ആയിരിക്കും ഉണ്ടാവാറ്. എന്തായാലും അതൊക്കെ സെറ്റാക്കി. ആ സെറ്റാക്കുന്ന ടൈം കൊണ്ട് എനിക്കൊരു പാർസലും വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ അതും കൂടെ ഓപ്പൺ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടം വരും കേട്ടോ. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാതെ എനിക്ക് ഇരിക്കാനും പറ്റാറില്ല. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഡംബിൾസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ച മാതിരി ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റിട്ടേൺ അയക്കാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇതിനു വേണ്ടി കുറച്ചു നേരം ടൈം എടുത്തു കേട്ടോ. ഫൈനലായിട്ട് ഉണ്ടായിരുന്നത് ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ചേഞ്ച് ചെയ്യാനായിരുന്നു. അതും കൂടെ കഴിഞ്ഞ് എൻ്റെ റൂം നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടുണ്ടാകും. പിന്നെ ഉള്ളത് ഈ ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാതും വാഷ് ചെയ്തിടലാണ്. അത് വാഷ് ചെയ്യാൻ കൊണ്ടുപോയിട്ടിട്ട് അടുത്ത കംഫർട്ട് എടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ്. ഈ ബെഡ് ക്ലീൻ ചെയ്യലും ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ സെറ്റാക്കി വെക്കലൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ചെയ്യാന്നല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. ഈ കംഫർട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. കുറേ ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ് ഈ ഡബിൾ സൈഡുള്ള കംഫർട്ട്. രണ്ട് സൈഡും മാറ്റി മാറ്റി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. പക്ഷെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗ്രീൻ ഷെയ്ഡാണ്. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനാണ് പണി, കാണാനൊക്കെ രസമുണ്ടാവും. പിന്നെ അത് പില്ലോ കവറൊക്കെ സെറ്റ് ചെയ്തെങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. ഈ സെറ്റിൽ കുഷൻ കവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുഷനൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഒരു റെഡ് കുഷൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ പെയറാവോ നോക്കി. അത് വെച്ചുകൊടുത്തപ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അതും കൂടെ കഴിഞ്ഞപ്പോൾ എന്തായാലും എൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് റൂമിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ആ റെഡ് കുഷൻ അവിടുന്ന് വലിയ ഓവറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ റെഡ് കുഷൻ ഒന്ന് എടുത്ത് മാറ്റി. കുഷൻ ഇല്ലാതെ ഇങ്ങനെ കാണുമ്പോഴും എനിക്ക് എന്തോ ഒരു ബോറ് തോന്നിട്ടോ. പക്ഷെ എന്നാലും കുഷൻ ഉള്ളതിനെക്കാട്ടിൽ ഇതാണ് രസം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റ് ചെയ്തൊക്കെ രസം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.